കോറലിൽ ലൈനുകൾ വരയ്ക്കാനുള്ള ടൂളാണ് ഇവിടെ കാണുന്ന ടൂള്. ഇതിൻ്റെ പേര് ഫ്രീ ഹാൻഡ് ടൂൾ എന്നാണ്. കീബോർഡിൽ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂൾ എടുക്കാം. ഈ ടൂളിൻ്റെ പ്രത്യേകത, നിങ്ങൾ മൗസ് കൊണ്ട് ഒരിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൗസിൻ്റെ ക്ലിക്ക് വിടുക. വിട്ടിട്ട് നിങ്ങൾ നീട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. ഇതിങ്ങനെ സ്ലാൻഡ് ചെയ്ത് പോവും. പക്ഷേ നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പിടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ കീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. കണ്ടോ? പിന്നെ ഇത് ഒരു 30 ഡിഗ്രിയിൽ കൺസ്ട്രെയിൻഡ് ആയിരിക്കും. കൺസ്ട്രെയിൻഡ് ആയിട്ട് കിട്ടും. ഇനി ലൈന് കളർ തിക്നെസ് കൊടുക്കാനും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഭാഗത്ത് ഏരോ കൊടുക്കാം. ഏരോ കൊടുക്കാനുള്ള സംവിധാനമാണിത്. ഇവിടെ ഏരോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇത് സ്റ്റൈലാണ്, ലൈനിൻ്റെ സ്റ്റൈൽ, ഏത് സ്റ്റൈലിൽ വരണം എന്നുള്ളത്. ഇത് കാണുന്നില്ല, കാരണം ലൈനിൻ്റെ തിക്നെസ് കുറവാണ്. ഞാനൊരു 2 പോയിന്റ് കൊടുത്ത് ഇവിടെ കാണാം. ഇപ്പോൾ കാണാൻ പറ്റും. 4 പോയിന്റ് കൊടുത്തു. ഇനി ഇത് മറ്റേ എൻഡിൽ ഏരോ വരണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നണ്ണ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഇതന്നെ ഇതുപോലെ സെലക്ട് ചെയ്യുക. ലൈനിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കളറിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ലൈനിന് കളർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് ഇതെവിടെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഫിലിം സ്ട്രിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡോട്ടഡ് ലൈൻസ് ഒക്കെ വെള്ള കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ടുള്ള ഫിലിം സ്ട്രിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം കളർ കൊടുത്തു, ബ്ലാക്ക്. ശേഷം ഇതിനെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക, അതിന് വെള്ള കൊടുക്കുക, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ അറേഞ്ചിൽ ഓർഡറിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇൻ ഫ്രണ്ട് ഓഫ് കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരും. ഇനി ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. ലൈനിൻ്റെ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പാക്കി മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇതിന് കളർ വെള്ള കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുക്കാനായിട്ട് മറ്റൊരു രീതി, നമ്മൾ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടി. നമുക്ക് അങ്ങോട്ട് നിങ്ങൾ നീക്കി വയ്ക്കാൻ പറ്റും. ഇതുപോലെ കോപ്പി എടുക്കാനുള്ള, അപ്പോൾ ഇത് മൊത്തം ഒരു കോപ്പി എടുക്കണമെന്ന്. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്ത് ഇതിനെ നമ്മൾ മൗസ് കൊണ്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് റൈറ്റ് മൗസ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വിടുക. അപ്പോൾ ഒരു കോപ്പി കിട്ടി. ഒന്നുകൂടി പറയാം, ലെഫ്റ്റ് മൗസ് ബട്ടൺ കൊണ്ട് വലിച്ചിട്ട് റൈറ്റ് മൗസ് ബട്ടൺ കൊണ്ട് വിടുക. ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കോപ്പി കിട്ടി. മറ്റൊരു രീതി എന്താണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്പേസ് ബാർ ഒന്ന് തട്ടി കൊടുത്താൽ മതി. സ്പേസ് ബാർ ഒന്ന് തട്ടി കഴിഞ്ഞാൽ കോപ്പി ആയി. ഒന്നുകിൽ പ്ലസ് അടിക്കുക, അല്ലെങ്കിൽ റൈറ്റ് മൗസ് ബട്ടൺ കൊണ്ട് വിടുക, അല്ലെങ്കിൽ സ്പേസ് ബാർ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ആയി. കോപ്പി എടുക്കാനായിട്ട് വളരെ സുഖമാണ് കോറൽ ഡ്രോയിൽ. അപ്പോൾ ലൈനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അതേസമയം അങ്ങനെ നമ്മളിങ്ങനെ സ്ക്രിബിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ സ്ക്രിബിൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ ലെറ്ററൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലെറ്ററുകൾ നമുക്കിങ്ങനെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതല്ല, ക്ലിക്ക് ചെയ്തിട്ട് ആണ് വരയ്ക്കുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് നിലയ്ക്ക് ഈ ലൈൻസ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് ബെസിയർ ടൂളാണ്. നമ്മൾ മറ്റേത് സോഫ്റ്റ്വെയറുകളിലും പോലെ തന്നെ ഉള്ള ഒരു ടൂളാണ് ബെസിയർ ടൂള്. ബെസിയർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷേപ്സ് എല്ലാം വരയ്ക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ വർക്ക് ചെയ്തേണ്ട ആവശ്യമുള്ള ഷേപ്പുകൾ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ബെസിയർ ടൂൾ ഉപയോഗിച്ചിട്ട്. ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക, രണ്ടാമതൊരിടത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് വിടാതെ തന്നെ ഇങ്ങനെ നീട്ടുക. അങ്ങനെ നീട്ടുകയാണ്. ഇതുപോലുള്ള ഷേപ്പുകളൊക്കെ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ കരുതുക. ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ടൂൾ എടുത്തുകൊണ്ട്, ടെക്സ്റ്റ് ടൂൾ കണ്ടില്ല, ഒരു പ്ലസും ഒരു എയും, ഈ പ്ലസ് ചിഹ്നം ഇതിലേക്ക് ലൈനിലേക്ക് ആകുമ്പോൾ മാറുന്നുണ്ട് കണ്ടോ. അങ്ങനെ ആകുമ്പോൾ മാറി. ഇത് ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കർസർ ആ ലൈനുമ്പോൾ അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നമുക്ക് പോയിന്റ് ആണെങ്കിൽ ആവശ്യമാണെങ്കിൽ കൂട്ടിക്കൊണ്ട്, ഇപ്പോൾ ഒരു 48 കൂട്ടിക്കൊണ്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. നോക്കുക, ഇതുപോലെയുള്ള പാത്തിലുള്ള ടെക്സ്റ്റുകളെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈന് റൈറ്റ് മൗസ് ബട്ടൺ കൊണ്ട് വെള്ള കളർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലൈന് നണ്ണ് കൊടുത്താലും മതി. അപ്പോൾ ആ ടെക്സ്റ്റ് അതേപോലെ തന്നെ നിൽക്കും.
പാത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബെസിയർ ടൂൾ ഉപയോഗിക്കാം. ബെസിയർ ടൂൾ കണ്ടോ, അങ്ങനെയുള്ള പാത്തുകൾ. ഇത് എല്ലാ പാത്തുകളിലും ടെക്സ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു റൗണ്ടിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് സെലക്ട് ചെയ്യുക. റൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡിസൈൻസ് ഇതിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ശേഷം റൈറ്റ് മൗസ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലൈനൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ ലൈന് നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ലൈന് കിട്ടും. ഇപ്പോൾ ഫില്ല് കൊടുത്തപ്പോൾ അതുമായി ടെക്സ്റ്റിന് കളർ കൊടുക്കാനായിട്ട് ടെക്സ്റ്റിൻ്റെ സെലക്ട് ചെയ്തുകൊണ്ട് വെള്ള കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കളർ മാറി ഇതാക്കി കിട്ടും. ഈ സ്റ്റാമ്പ്സ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ടെക്സ്റ്റും സെലക്ട് ആയി ആവശ്യമുള്ള കളർ കൊടുക്കാം. ലൈനും കളർ കൊടുക്കാം. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അതുപോലെ തന്നെ ടെക്സ്റ്റ് മാറ്റാനൊക്കെ സാധിക്കും, മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ പാത്ത് ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാ പാത്തുകളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതും ആയിട്ടുള്ള എല്ലാ പാത്തുകളും ഇതെല്ലാം സ്റ്റാർമലൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടൂള് ആർട്ടിസ്റ്റിക് മീഡിയ ടൂളാണ്.